സ്റ്റോറിയുടെ ട്രെയിലർ ഇറങ്ങുമ്പോഴെല്ലാം അണിയർ പ്രവർത്തകർ ആവർത്തിക്കുന്നുണ്ട് ഇത് സത്യമാണെന്നും തങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു എന്നും. സിനിമയുടെ പുതിയ ടീസർ പങ്കുവെച്ച് അവർ പറയുന്നു ഇത്തവണ ഇത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നു എന്ന്, ഇത് കൂടുതൽ വേദനിപ്പിക്കുന്നു എന്ന്. പക്ഷെ ആ ട്രെയിലർ കണ്ടു കഴിയുന്ന ഓരോ മലയാളിയും നെഞ്ചത്ത് കൈവച്ച് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ കേരളമല്ല, നിങ്ങളുടെ ഭാവനയിലെ കറുത്ത ലോകമല്ല ഈ നാട്. ഇവിടെ അമ്പലമുറ്റത്ത് നോമ്പുതുറ നടക്കാറുണ്ട്, പള്ളിമുറ്റങ്ങളിൽ വിദ്യാരംഭം കുറിക്കാറുണ്ട്. പ്രളയം വന്നപ്പോൾ ജാതിയും മതവും നോക്കാതെ ഒരുമിച്ച് തോണിയിറക്കിയ മനുഷ്യരുടെ അതിജീവനമാണ് ഞങ്ങളുടെ സ്റ്റോറി. വിഭജനത്തിന്റെ വിത്തുകൾ പാകി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കുന്ന പ്രൊപ്പഗണ്ടകൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ ഈ മണ്ണിലെ മനുഷ്യർക്ക് സൗകര്യമില്ല. സത്യം നിലയ്ക്കുന്നില്ല എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ആ സത്യം ഞങ്ങളുടെ ഹൃദയമിടിപ്പാണ്, ഞങ്ങളുടെ ഐക്യമാണ്. സിനിമയിലെ സ്ക്രിപ്റ്റുകൾ കൊണ്ട് നിങ്ങൾ പടച്ചുവിടുന്ന നുണക്കഥകളേക്കാൾ എത്രയോ മടങ്ങ് കരുത്തുണ്ട് ഇവിടുത്തെ ഓരോ മനുഷ്യനും തമ്മിലുള്ള സാഹോദര്യത്തിന്. കേരളത്തിന്റെ പേരിൽ വെറുപ്പ് വിൽക്കാൻ നോക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് കേരളമാണ്. ഇവിടെ മനുഷ്യപ്പറ്റും മതേതരത്വവും മാത്രമേ ജയിക്കൂ. നിങ്ങളുടെ റീലുകളിലെ കപടതയല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളിലെ സ്നേഹമാണ് ഈ നാടിന്റെ യഥാർത്ഥ സ്റ്റോറി. ഭിന്നിപ്പിക്കാൻ നോക്കുന്ന തിരക്കഥകൾ എത്ര വന്നാലും തോളോട് തോൾ ചേർന്ന് ഞങ്ങൾ ഇനിയും അതിജീവിക്കും. കാരണം ഇത് വിഭജനത്തിന്റെ മണ്ണല്ല, വിശ്വസാഹോദര്യത്തിന്റെ കേരളമാണ്.